2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് സ്ഥാനാർത്ഥികളായി മത്സരരംഗത്തിറങ്ങിയാൽ പോസ്റ്റൽ വോട്ട് എണ്ണി തീരുമ്പോഴേക്കും തോൽക്കുമെന്നുറപ്പുള്ള CPM നേതാക്കളെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ടവരെല്ലാം തന്നെ ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് കേരള ജനതയുടെ വെറുപ്പ് സമ്പാദിച്ചവരാണെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഈ പട്ടികയിലെ ഒന്നാം പേരുകാരൻ എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് അനിൽകുമാറാണ്. കോട്ടയത്തു നിന്നുള്ള CPM സംസ്ഥാന സമിതി അംഗമായ ഇദ്ദേഹം കഴിഞ്ഞ വട്ടം, അതായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം MLA ആയ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെതിരെ മത്സരിക്കുകയും 18,000-ൽ പരം വോട്ടുകൾക്ക് പരാജയപ്പെട്ടു പോകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത്തവണ അനിൽകുമാർ മത്സരിക്കാൻ ഇറങ്ങിയാൽ തിരുവഞ്ചൂർ കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലായിരിക്കും വിജയിച്ചു കയറുക എന്നുള്ളതാണ് കോട്ടയത്തു നിന്നുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ. കോട്ടയത്ത് ഏറ്റവും ജനപ്രീതിയുള്ള ഓൺലൈൻ വാർത്താ മാധ്യമങ്ങളിലൊന്നായ ജാഗ്രത ന്യൂസ് ലൈവ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു സർവേ സംഘടിപ്പിക്കുകയുണ്ടായി. അനിൽകുമാർ തിരുവഞ്ചൂരിനോട് ഏറ്റുമുട്ടുവാൻ വന്നാൽ എന്തായിരിക്കും ഫലമെന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് ഇത്തരമൊരു സർവേ ജാഗ്രത ന്യൂസ് പങ്കുവച്ചത്. ഈ സർവേയിൽ 2000-ലധികം ആളുകളാണ് കമൻറ്റുകളിലൂടെ തങ്ങളുടെ അഭിപ്രായം പങ്കുവച്ചത്. അവരിൽ ഏറെക്കുറെ 1900-ലധികം പേരും അനിൽകുമാർ 8 മണിക്ക് മുൻപേ തന്നെ തോൽക്കും, അനിൽകുമാർ 9 മണിക്ക് മുമ്പേ തോൽക്കും, അനിൽകുമാർ നോമിനേഷൻ കൊടുക്കുമ്പോഴേ തോൽക്കും എന്നീ പ്രതികരണങ്ങളാണ് പങ്കുവച്ചത്. ഏതൊക്കെയാണെങ്കിലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അനിൽകുമാർ ഒരിക്കൽ കൂടി കോട്ടയത്ത് നിന്ന് സ്ഥാനാർത്ഥിയായാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ഏറ്റവും അനായാസ വിജയമായിരിക്കും ലഭിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. പേരിൽ വിജയമുണ്ടെങ്കിലും എന്നും പരാജയപ്പെടുവാൻ മാത്രം യോഗമുള്ള മറ്റൊരു നേതാവാണ് CPMൻ്റെ യുവ നേതാവായ കോട്ടയം സ്വദേശിയായ ജേക്ക് സി തോമസ്. 2016-ലും 2021-ലും നടന്ന പൊതു തെരഞ്ഞെടുപ്പുകളിൽ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ നിന്ന് ഉമ്മൻചാണ്ടിയോട് പരാജയപ്പെട്ട ജേക്ക് സി തോമസ് ഉമ്മൻചാണ്ടിയുടെ മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ മകൻ ചാണ്ടി ഉമ്മനോടാണ് പരാജയപ്പെട്ടത്. ഏറ്റവും ചെറിയ പ്രായത്തിനിടയിൽ ഹാട്രിക് പരാജയം നിയമസഭയിലേക്ക് നേടിയ നേതാവ് എന്ന ഖ്യാതിയും കേരളത്തിൽ ജേക്ക് സി തോമസിന് അവകാശപ്പെട്ടതാണ്. 2026-ലും ജേക്കിൻ്റെ സ്ഥിതി വ്യത്യസ്തമല്ല എന്നതാണ് യാഥാർത്ഥ്യം. താൻ മത്സരരംഗത്തേക്കില്ല എന്ന് ജേക്ക് സി തോമസ് പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും വിവിധ കോണുകളിൽ നിന്ന് ജേക്കിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം CPMനുള്ളിൽ നിന്നും കോൺഗ്രസിനുള്ളിൽ നിന്നും ഉയരുന്നു എന്നതാണ് കൗതുകം. CPMകാരെ സംബന്ധിച്ചിടത്തോളം ജേക്ക് സി തോമസ് തോൽക്കുവാൻ മടിയില്ലാത്ത നേതാവായതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം ഉണ്ടായാൽ അത് തങ്ങൾക്കൊരു ആശ്വാസമാകുമെന്ന കണക്കൂട്ടലിൽ അവർ മുന്നോട്ട് പോകുമ്പോൾ ജേക്ക് സി തോമസിനെ എങ്ങനെയും എതിരാളിയായി ലഭിക്കണമെന്ന പ്രാർത്ഥനയാണ് കോൺഗ്രസിൻ്റെയും UDFൻ്റെയും സ്ഥാനാർത്ഥികൾക്കുള്ളത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളിയിൽ നിന്ന് മത്സരിക്കാതെ കോട്ടയത്ത് നിന്ന് മത്സരിക്കുവാൻ ജേക്ക് സി തോമസിനെ പാർട്ടി നിയോഗിച്ചേക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അനിൽകുമാറിനോളം വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരികയില്ലെങ്കിൽ കൂടിയും തിരുവഞ്ചൂരിന് റെക്കോർഡ് ഭൂരിപക്ഷം സമ്മാനിക്കാൻ സാധ്യതയുള്ള മറ്റൊരു സ്ഥാനാർത്ഥിയായിരിക്കും ജേക്ക് എന്ന കാര്യത്തിൽ തർക്കമില്ല. കോട്ടയത്തു നിന്നുള്ള അഡ്വക്കേറ്റ് അനിൽകുമാർ കഴിഞ്ഞാൽ ചാനൽ ചർച്ചകളിലൂടെ മലയാളിയുടെ സാമാന്യബോധത്തെ ഏറ്റവും അധികം വെല്ലുവിളിച്ച മറ്റൊരു CPM നേതാവാണ് എറണാകുളത്തു നിന്നുള്ള അഡ്വക്കേറ്റ് KS അരുൺകുമാർ. DYFIയിലൂടെ ഉയർന്നു വന്ന് ഇപ്പോൾ CPMൻ്റെ ജില്ലാ കമ്മിറ്റി അംഗത്വ പദവിയാണ് അദ്ദേഹം എറണാകുളം ജില്ലയിൽ വഹിക്കുന്നത്. നേരത്തെ തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കും എന്ന നിലയിലുള്ള പ്രചരണങ്ങൾ പുറത്തു വരികയും അരുൺകുമാറിന് അഭിവാദ്യമർപ്പിച്ചുകൊണ്ടുള്ള ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ അരുൺകുമാർ മത്സരിച്ചാൽ സ്ഥിതി എന്താകുമെന്ന് മറ്റാരേക്കാളും നന്നായി അറിയാമായിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ ജോ ജോസഫിനെ കളത്തിലിറക്കി അരുൺകുമാർ സൃഷ്ടിച്ചേക്കാവുന്ന നാണക്കേട് ഒഴിവാക്കുവാൻ പിണറായിയുടെ ഭാഗത്തു നിന്ന് ഒരു നീക്കമുണ്ടായത്. എന്നാൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ UDF ട്രെൻഡ് നിലനിൽക്കുന്നതിനാൽ ഡോക്ടർ ജോയെപ്പോലുള്ള ആരും തന്നെ രക്തസാക്ഷിയാകുവാൻ CPMൻ്റെ സ്വതന്ത്ര പദവി ഏറ്റെടുത്തുകൊണ്ട് എറണാകുളം ജില്ലയിലേക്ക് എത്തുകയില്ല എന്ന കാര്യത്തിൽ തർക്കമില്ല. ആ സാഹചര്യത്തിൽ മറ്റൊരു ഗത്യന്തരവുമില്ലാതെ അഡ്വക്കേറ്റ് അരുൺകുമാറിനെ തൃക്കാക്കരയിൽ നിന്ന് മത്സരിപ്പിക്കുവാനാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. അരുൺകുമാർ സ്ഥാനാർത്ഥിയായാൽ ഒരു കാര്യം നമുക്ക് ഉറപ്പായും പറയാം: എതിർ സ്ഥാനത്ത് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥിയുടെ വിജയം 110 മേനിയുടെ തിളക്കമുള്ളതായിരിക്കും എന്നതാണ് ഈ കാര്യം. കാരണം അത്രമാത്രം മലയാളികളുടെ സാമാന്യ യുക്തിയെ ചാനൽ ചർച്ചകളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഏറ്റവും അന്ധമായ CPM ന്യായീകരണങ്ങൾ നിരത്തിക്കൊണ്ട് ഇയാൾ വെല്ലുവിളിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇയാളൊരു അഭിഭാഷകനാണോ എന്നുപോലും മലയാളികൾ സംശയിക്കുന്ന നിലയിലേക്ക് ഇയാളുടെ ചാനൽ ചർച്ചകൾ അധപതിച്ചതിനാൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അനിൽകുമാറിനെ പോലെ തന്നെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ എതിരാളിയെ വിജയിപ്പിക്കുന്ന CPM സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് KS അരുൺകുമാർ മാറുമെന്ന കാര്യത്തിലും ആർക്കും ഒരു തർക്കവും വേണ്ട എന്നതാണ് വസ്തുത. കാപ്പ കേസിൽ പ്രതിയാകാൻ യോഗ്യതയുള്ള വ്യക്തി എന്ന നിലയിലാണ് SFIയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് PM മാർഷോയെ CPM അവതരിപ്പിച്ചത്.
കാരണം അത്രമാത്രം ഗുണ്ടാവാസനയും ക്രിമിനൽ പശ്ചാത്തലവുമുള്ള വ്യക്തിത്വമാണ് PM ആർഷോ. PM ആർഷോ SFIയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം പിടികിട്ടാപ്പുള്ളിയായിരുന്നു എന്നുള്ളതും പരീക്ഷ എഴുതാതെ മഹാരാജാസ് കോളേജിൽ നിന്ന് ഉന്നത വിജയം കരസ്ഥമാക്കി എന്നുള്ളതുമെല്ലാം അദ്ദേഹത്തിൻ്റെ കിരീടത്തിലെ പൊൻതൂവലുകളാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജില്ലയിലെ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്ന് PM ആർഷോയെ കളത്തിലിറക്കുവാനാണ് CPM ആലോചിക്കുന്നത്. കഴിഞ്ഞ വട്ടം സരിൻ വന്നു വീണതുപോലെ ഇത്തവണ ഒരു രക്തസാക്ഷിയെ കിട്ടാൻ സാധ്യതയില്ല എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മണ്ഡലത്തിലെ വോട്ടർ കൂടിയായ PM ആർഷോയെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കുവാൻ CPM താൽപ്പര്യപ്പെടുന്നത്. തുടർച്ചയായി തങ്ങൾ 3-ാം സ്ഥാനത്തേക്ക് പോകുന്ന ഈ മണ്ഡലത്തിൽ ആർഷോ സ്ഥാനാർത്ഥിയായാൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ വലിയ നാണക്കേടൊന്നും സംഭവിക്കാനില്ല എന്ന തിരിച്ചറിവും CPM നേതൃത്വത്തിൻ്റെ ഈ ആലോചനയ്ക്ക് പിന്നിലുണ്ട്. അരുൺകുമാറിനെയും അനിൽകുമാറിനെയും ജെയ്സി തോമസിനെയും പോലെ തന്നെ കേരളത്തിലെ ജനങ്ങളുടെ വെറുപ്പ് സമ്പാദിച്ചിട്ടുള്ള നേതാവായ PM ആർഷോ അടുത്ത തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിറങ്ങിയാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പോസ്റ്റൽ വോട്ട് എണ്ണി തീരുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ പരാജയം ഉറപ്പുവരുമെന്ന കാര്യത്തിലും തർക്കമില്ല. ആർഷോയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്ന് ഇറങ്ങിയാൽ ഒരു കാര്യം CPMന് ഉറപ്പുവരുത്തുവാൻ സാധിക്കും. ഒരു കാരണവശാലും തങ്ങളുടെ പാർട്ടി ആ മണ്ഡലത്തിൽ 2-ാം സ്ഥാനത്ത് പോലും എത്തില്ല എന്നതാണ് ആ കാര്യം. അത്രമാത്രം ജനവിരുദ്ധനായ PM ആർഷോയെ പോലൊരു ഗുണ്ട CPMൻ്റെ പൊതിച്ഛായയ്ക്ക് ഏൽപ്പിച്ചിട്ടുള്ള ആഘാതത്തിൻ്റെ ആഴം തിരിച്ചറിയണമെങ്കിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അദ്ദേഹത്തിന് കിട്ടുന്ന വോട്ട് കണക്കുകൾ CPMനെ ചിന്തിപ്പിക്കുകയും ചെയ്യുമ്പോഴായിരിക്കും. ഈ പട്ടികയിൽ അവസാനമായി ഉൾപ്പെട്ടിട്ടുള്ളത് ഒരു വനിതാ നേതാവാണ്. CPMൻ്റെ യുവ വനിതാ നേതാവായ ചിന്താ ജെറോം. DYFIയുടെ ഭാരവാഹിയായിരുന്ന സംസ്ഥാനത്തെ യുവജന കമ്മീഷൻ അധ്യക്ഷ പദവി അലങ്കരിച്ചിരുന്ന ചിന്താ ജെറോം ഇപ്പോൾ CPM സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയാണ്. പൊതുജനങ്ങളുടെ എന്ന് മാത്രമല്ല പാർട്ടിക്കാരുടെ പോലും വോട്ട് സമാഹരിക്കുവാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് ചിന്താ ജെറോം. കാരണം പാർട്ടി സമ്മേളനത്തിൽ തീരെ ചെറിയ പ്രായത്തിൽ ഏറ്റവും മുതിർന്ന നേതാവായ VS അച്യുതാനന്ദനെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റിന് വിധേയനാക്കണം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പിണറായിയുടെ പ്രീതി പിടിച്ചുപറ്റിയ ചിന്താ ജെറോമിനോട് കമ്മ്യൂണിസ്റ്റ് സഖാക്കൾക്ക് പോലും വലിയ വെറുപ്പുണ്ട്. പ്രതിദിനം ആയിരക്കണക്കിന് രൂപ വാടക കൊടുക്കേണ്ട ആഡംബര റിസോർട്ടിലാണ് ചിന്താ ജെറോം CPM ഭരണത്തിലെത്തിയതു മുതൽ ദീർഘകാലം താമസിച്ചു എന്നുള്ള ആരോപണവും അവർ നേരിടുന്നുണ്ട്. അവരുടെ വിദ്യാഭ്യാസ യോഗ്യതകളെക്കുറിച്ചും അനവധി സംശയങ്ങൾ പൊതുജനങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് വസ്തുത. അവരുടെ PhD തീസിസിൽ കടന്നുകൂടിയിട്ടുള്ള അബദ്ധ പഞ്ചാംഗങ്ങളെക്കുറിച്ച് കേരളം പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളതിനാൽ ഞാൻ അതിവിടെ ആവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഏതൊക്കെയാണെങ്കിലും യുവജന കമ്മീഷൻ അധ്യക്ഷ എന്ന നിലയിലും DYFI നേതാവ് എന്ന നിലയിലും ചാനൽ ചർച്ചകളിലെ CPM പാനലിസ്റ്റ് എന്ന നിലയിലും മലയാളിയുടെ സാമാന്യബോധത്തെ വെല്ലുവിളിച്ച ചിന്താ ജെറോം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM നേതൃത്വത്തിൻ്റെ ഇഷ്ടക്കാരിയായതുകൊണ്ട് തന്നെ CPMന് താരതമ്യേന സുരക്ഷിതമായ കൊല്ലം നിയോജക മണ്ഡലത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കൊല്ലത്തെ സിറ്റിംഗ് MLA ആയ M മുകേഷിന് പകരക്കാരിയായിട്ടായിരിക്കും ചിന്താ ജെറോം ഇവിടെ CPM സ്ഥാനാർത്ഥിയാകുക. ചിന്താ ജെറോമിൻ്റെ സ്ഥാനാർത്ഥിത്വം ഏറെക്കുറെ ഉറപ്പായതോടുകൂടി തന്നെ കോൺഗ്രസ് തങ്ങൾക്ക് ഉറപ്പായും ലഭിക്കുമെന്ന് കണക്കുകൂട്ടുന്ന സീറ്റുകളുടെ ആദ്യ പട്ടികകളിലൊന്നിൽ കൊല്ലവും ഇടം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. കാരണം M മുകേഷ് പോലും ശക്തമായ പിണറായി തരംഗത്തിൻ്റെ ആനുകൂല്യത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേരിയ വോട്ടുകൾക്കാണ് കൊല്ലത്തിൽ നിന്ന് വിജയിച്ചു കയറിയത്. എന്നാൽ ചിന്താ ജെറോമിനെ പോലൊരാൾ എത്തിയാൽ ശക്തമായ തരംഗം ഇല്ലാത്ത പശ്ചാത്തലത്തിൽ, ശക്തമായ ഇടത് തരംഗം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ, ശക്തമായ UDF അനുകൂല വികാരം ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിനായിരിക്കും കൊല്ലം സീറ്റ് CPMനെ കൈവിടുവാൻ പോകുന്നത് എന്ന കാര്യത്തിലും തർക്കമില്ല. സ്വാഭാവികമായും ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇത്രയെല്ലാം പരാജയ സാധ്യത ഉറപ്പുള്ള നേതാക്കളെ പിന്നെ എന്തുകൊണ്ടായിരിക്കും CPM മത്സരരംഗത്ത് ഇറക്കുവാൻ ആലോചിക്കുന്നത് എന്ന്. CPMനെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം ഒഴിവാക്കുവാൻ ഏറ്റവും കിണഞ്ഞു ശ്രമിക്കുന്നത് പാർട്ടിയുടെ ഇപ്പോഴത്തെ മന്ത്രിമാരിൽ പ്രമുഖരായിട്ടുള്ളവരാണ്. V ശിവൻകുട്ടിയാണെങ്കിലും R ബിന്ദു ആണെങ്കിലും വീണ ജോർജ് ആണെങ്കിലും MP രാഗേഷ് ആണെങ്കിലും തങ്ങൾക്ക് മത്സരിക്കുന്നതിനുള്ള വിമുഖത ഒളിഞ്ഞും തെളിഞ്ഞും പലവട്ടവും പ്രകടിപ്പിച്ചിട്ടുള്ളതുമാണ്. ഈ സാഹചര്യത്തിൽ തങ്ങൾ മത്സരിക്കുവാനിരിക്കുന്ന 90-ലധികം സീറ്റുകളിൽ CPMന് സ്ഥാനാർത്ഥികളെ നിർത്തണമെന്നുണ്ടെങ്കിൽ അരുൺകുമാറിനെയും അനിൽകുമാറിനെയും ജെയ്ക്കിനെയും ആർഷോയെയും ചിന്തായെയും പോലുള്ളവരെ പരിഗണിച്ചേ മതിയാവൂ എന്നുള്ളതാണ് വസ്തുത. അതിനാൽ തന്നെ തോൽവി ഉറപ്പായിട്ടും റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ എതിരാളിയെ വിജയിപ്പിക്കുമെന്ന് ഉറപ്പുള്ള സ്ഥാനാർത്ഥികളായിട്ടും ഇവരെല്ലാം തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം തേടുമെന്ന കാര്യത്തിലും തർക്കമില്ല. ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.